നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്രമായ വിശകലനം ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യാന്തര വാർത്തയിലേക്കാണ്. ജപ്പാനിൽ വൻ ഭൂചലനം 7.6 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് രേഖപ്പെടുത്തിയത്. ജപ്പാൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. സുനാമിക്ക് സമാനമായ ഉയർന്ന തിരമാലകൾ പശ്ചിമ ജപ്പാൻ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചേരുന്നു. റാം, ഈ ഭൂചലനം 7.6 തീവ്രതയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ആൾക്കാരോട് ഒഴിഞ്ഞു പോകാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സുനാമി മുന്നറിയിപ്പും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇപ്പോൾ ജപ്പാനിലെ പ്രാദേശിക സമയം 4 മണിക്കും 6 മണിക്കും ഇടയിലായിട്ട് അവിടെ ഒട്ടേറെ ഭൂചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിൽ പ്രാദേശിക സമയം 4:21 ഏറ്റവും തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. 7.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഈ ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്ത് ഹൊൻഷു മേഖലയിലാണ് ഈ ഭൂചലനം, ഈ ശക്തമായ ഒരു ഭൂചലനം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഇവിടുത്തെ തുറമുഖങ്ങളിൽ വലിയ തിരമാലകൾ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഒരു സുനാമി മുന്നറിയിപ്പിലേക്ക് അവിടുത്തെ ഭരണകൂടം കടക്കുകയുണ്ടായത്. ഈ പറയുന്ന നോട്ട മേഖലയിലാണ് ഇപ്പോൾ അവിടെ തീവ്ര സുനാമിക്കുള്ള ഒരു സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. അവിടെ 5 മീറ്റർ വരെ തിരമാലകൾ ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, അതിനോട് ചേർന്ന് 7ഓളം സ്ഥലങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അവിടെ 3 മീറ്റർ വരെ തിരമാലകൾ ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഈ ഭൂകമ്പത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. അതിനോട് ചേർന്നിട്ടുള്ള 28 കിലോമീറ്റർ അകലെ, അതായത് കടലിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ അകലെ 1 മീറ്ററിലെ ഉയരത്തിൽ തിരമാലകൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് തത്സമയ വിവരം. അതിനുശേഷം ഇങ്ങോട്ട് കരയിലേക്ക് വരുന്തോറും ഇവിടെയെല്ലാം ഈ ഒരു മധ്യഭാഗത്തേക്ക് എത്തുമ്പോഴെല്ലാം സാധാരണ ഗതിയിലാണ് സുനാമിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം ഈ ഏറ്റവും ശക്തമായ തിരമാലകൾ അടിച്ച ഈ ഒരു പ്രദേശത്ത് വൻ നാശനഷ്ടങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒട്ടേറെ വീടുകൾ തകരുകയും അതുപോലെ റോഡുകളെല്ലാം തകർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആ പ്രദേശങ്ങളിൽ ചില കാഷ്വാലിറ്റീസ് എല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾ ഒടിവും ചതവും ഒക്കെ ആയിട്ട് ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ മരണമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ വടക്കൻ തീരത്തുള്ള ആളുകളോടെല്ലാം തന്നെ ഈ മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ റഷ്യയിൽ ചില സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ക്രിസ്റ്റീന. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് രാംകുമാർ. ഭൂകമ്പ ബാധിത മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ജപ്പാൻ സർക്കാർ. മറ്റൊരു വാർത്തയിലേക്ക്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകുന്നത് ഭാവി റെയിൽ വികസനത്തെ ബാധിക്കും. നിലവിലെ പാതയുടെ വേഗം കൂട്ടലിന് ഇത് തിരിച്ചടിയാകുമെന്നും കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കി. അലൈൻമെന്റ് നിശ്ചയിക്കും മുൻപ് ചർച്ച നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് തള്ളി സിൽവർ ലൈൻ അധികൃതർ രംഗത്തെത്തി. റെയിൽവേയുടെ ഭാവി വികസന പദ്ധതികൾ കണക്കിലെടുത്താണ് അലൈൻമെന്റ് തീരുമാനിച്ചതെന്നാണ് വിശദീകരണം. റെയിൽവേ മന്ത്രാലയം സിൽവർ ലൈൻ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതും അധികൃതർ ചൂണ്ടിക്കാട്ടി. ദക്ഷിണ റെയിൽവേ വിചാരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി തടയാനാകില്ലെന്ന് മന്ത്രി MP രാജേഷ്. ദക്ഷിണ റെയിൽവേയുടെ നിലപാട് നിരാശാജനകം, പദ്ധതി നടപ്പിലാക്കില്ലെന്ന BJP നേതാക്കളുടെ പ്രസ്താവന ഇതിനോടൊപ്പം കൂട്ടിവായിക്കണമെന്നും MP രാജേഷ് പറഞ്ഞു. പുതുവർഷത്തിൽ കണ്ട വാർത്ത ഒരു മലയാളികളെ സംബന്ധിച്ച് ഒരു നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ദക്ഷിണ റെയിൽവേയുടെ ആ നിലപാട് കേന്ദ്ര സർക്കാരിനെ തിരുത്തേണ്ടി വരുമെന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കേരളത്തോടുള്ള ഒരു വിവേചനത്തിൻ്റെ വേറൊരു ഉദാഹരണമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ഒരു തരത്തിലും ഇത് അനുവദിക്കില്ല എന്ന് BJP നേതാക്കൾ പ്രസ്താവന നടത്തിയത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ചില ഇടപെടലുകളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി ഇതിന് നേരെ കണ്ണടയ്ക്കാനും മുഖം തിരിക്കാനും കേന്ദ്രത്തിന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാത്ത പദ്ധതിയെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. സിൽവർ ലൈനിനെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇന്ന് ഈ വാർത്ത വന്നപ്പോൾ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്.
റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും. അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത്. വിശദാംശങ്ങളുമായി സലീം മാലിക് ശരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ദക്ഷിണ റെയിൽവേയുടെ ഒരു റിപ്പോർട്ട് അത് ഭാവി വികസന പദ്ധതികൾ കണക്കാക്കിയല്ല ഈ സിൽവർ ലൈൻ്റെ അലൈൻമെന്റ് എന്ന് പറയുന്നു. മന്ത്രി എം പി രാജേഷ് പറയുന്നു ദക്ഷിണ റെയിൽവേ വിചാരിച്ചാൽ ഇത് തടസ്സപ്പെടുത്താനാവില്ല എന്ന്. വി മുരളീധരൻ കേന്ദ്രമന്ത്രി പറയുന്നു ഇത്തരത്തിലൊരു സിൽവർ ലൈൻ ഒന്നും ഒരു സ്കോപ്പ് ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരിക്കും ശരിക്കും സിൽവർ ലൈൻ്റെ ഭാവി? ഈ റിപ്പോർട്ട് എത്രത്തോളം നിർണായകമാണ്? ക്രിസ്റ്റീന, സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ദക്ഷിണ റെയിൽവേ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് വളരെ നിർണായകമാണ്. ആ നിലയിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിന് വലിയ പ്രത്യേകതകൾ ഉണ്ട് താനും. സിൽവർ ലൈൻ പദ്ധതിക്കായി 1 ഇഞ്ച് സ്ഥലം പോലും റെയിൽവേയുടേതായി വിട്ടു നൽകില്ല എന്നുള്ളൊരു കടുംപിടുത്തമാണ് ദക്ഷിണ റെയിൽവേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും നിരവധി തടസ്സവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽ വികസനത്തിന് തടസ്സമാകും. ഭാവിയിൽ റെയിൽ ഗതാഗതത്തെ വികസിപ്പിക്കാൻ, അതിന്റെ സ്പീഡ്, വേഗത കൂട്ടാനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ സിൽവർ ലൈൻ തടസ്സമാകും എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനയും നടത്താതെയാണ് ഇത്തരത്തിൽ ഒരു സിൽവർ ലൈന്റെ ആഘാത പഠനവും DPRും ഉൾപ്പെടെ നടത്തിയത്. അത് റെയിൽവേ അധികൃതരുമായി കൂടിയാലോചന നടത്തണമെന്ന് പറഞ്ഞെങ്കിലും അത് അങ്ങനെ ഉണ്ടായില്ല. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും വളവ് പിന്നീട് നോക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് റെയിൽപാതയുമായി ബന്ധപ്പെട്ട്. അവിടെയൊക്കെ ഇതിന്റെ ഈ പദ്ധതി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമായി ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റു ചില പദ്ധതികൾക്കായി ഏറ്റെടുത്ത സ്ഥലങ്ങളും ഇപ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതിക്കായി കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് റെയിൽവേയുടെ വികസനത്തെ തടസ്സപ്പെടുത്തും എന്നുള്ള ഒരു തടസ്സവാദമാണ് ദക്ഷിണ റെയിൽവേ ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് മറുപടി എന്നോണം ഈ കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ല എന്ന ദക്ഷിണ റെയിൽവേയുടെ വാദത്തെ പൊളിക്കുന്നതാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷണൽ എഞ്ചിനീയർമാരുമായി, ഡിവിഷണൽ മാനേജർമാരുമായി കേരള അധികൃതർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അതും ഈ കൂടിക്കാഴ്ച നടത്തിയ ദിവസങ്ങൾ നവംബർ 29, ഡിസംബർ 6 എന്നീ തീയതികളിലായാണ് ഈ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നതിൻ്റെതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിശദാംശങ്ങളിൽ അന്ന് കൂടിക്കാഴ്ച നടത്തിയതിൽ അതിൽ ചർച്ചയിലുണ്ടായതിൽ ഈ റെയിൽവേയുടെ ആശങ്കകൾ ദൂരീകരിച്ചു എന്നാണ് കേരള അധികൃതർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, റെയിൽവേയുടെ ഒരു വികസനത്തെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലല്ല, അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു പാത DPR ആണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കേരളയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. മാത്രമല്ല ഇത് വീണ്ടും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു വാക്പോരിനു കൂടി വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് മന്ത്രി എം പി രാജേഷും വി മുരളീധരനും ഇന്ന് പരസ്പരം പറഞ്ഞ വാക്കുകൾ മാത്രം മതി. ആ നിലയിലേക്ക് വീണ്ടും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുക കൂടി ചെയ്യാൻ. ക്രിസ്റ്റീന, ശരി. എന്തായാലും സിൽവർ ലൈൻ വിഷയത്തിൽ വീണ്ടും ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ വാക്പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭാവി റെയിൽ വികസനത്തെ കണക്കിലെടുത്തല്ല സിൽവർ ലൈൻ്റെ ഈ ഒരു DPR നൽകിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതേസമയം കേന്ദ്രമന്ത്രി വന്ദേ ഭാരത് ഉണ്ടല്ലോ, പിന്നെ സിൽവർ ലൈൻ്റെ ആവശ്യം എന്താണെന്ന് പറയുമ്പോൾ മന്ത്രി എം പി രാജേഷ് പറയുന്നത് ദക്ഷിണ റെയിൽവേ വിചാരിച്ചാലൊന്നും സിൽവർ ലൈനെ തടയാനാകില്ല എന്നാണ്. വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്ന മന്ത്രി സജി ചെറിയാന്റെ പരിഹാസത്തിന് മറുപടിയുമായി KCBC. സജി ചെറിയാന്റെ പ്രസ്താവന അനൌചിത്യം നിറഞ്ഞതെന്ന് KCBC വക്താവ് ജേക്കബ് പാലക്കാപ്പിള്ളി പറഞ്ഞു. പ്രധാനമന്ത്രി ക്ഷണിച്ച യോഗത്തിലാണ് ബിഷപ്പുമാർ പങ്കെടുത്തത്. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതും ഇതുപോലെയാണെന്നും ജേക്കബ് പാലക്കാപ്പിള്ളി പറഞ്ഞു. പ്രധാനമന്ത്രി വിളിച്ച ഒരു ക്രിസ്മസ് ആഘോഷത്തിലാണ് രാജ്യത്തെ ക്രൈസ്തവ നേതാക്കന്മാർ പങ്കെടുത്തത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വളരെ മോശമായി അതിനോട് പ്രതികരിച്ചു എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഔചിത്യരഹിതമായ വാക്കുകളാണ്. അപ്പോൾ അത്തരം സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ വിമർശിക്കുമ്പോൾ പോലും സംസ്കാര സമ്പന്നമായ രീതിയിൽ മാന്യതയുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശിക്കാൻ എന്നാണ് അക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ സഭാ നേതാക്കൾ പങ്കെടുത്തതിനെ സൗഹൃദ സന്ദർശനമായി കണ്ടാൽ മതിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മണിപ്പൂർ വിഷയം ഉൾപ്പെടെ മുന്നിലുണ്ട്. ആരെങ്കിലും ക്ഷണിച്ചതുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്താൽ നിലപാട് മാറുകയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരെങ്കിലും ഒരാൾ ക്ഷണിച്ചിട്ട് ഒരു പരിപാടി പോകുന്നതുകൊണ്ടൊന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ നിലപാടുകളിൽ
മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്, എത്രയോ ക്രൈസ്തവ സഹോദരന്മാർക്ക് അപകടമുണ്ടായി. ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരായി എത്ര വലിയ വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്ത പിറ്റേ ദിവസം ക്രിസ്തുമസ് കരോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആളുകളെ ക്രിസ്തുമസിന് ആഘോഷ പരിപാടിക്ക് വിളിച്ചാൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അവര് മതേതര നിലപാടുകൾ ക്രൈസ്തവ സമൂഹം എന്നും പുലർത്തിയിട്ടുണ്ട്, അത് നാളെയും പുലർത്തും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മന്ത്രി സജി ചെറിയാനെതിരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. അസഭ്യ പ്രസ്താവനകൾ നടത്തുന്നവർക്കാണ് CPIM-ൽ കൂടുതൽ പരിഗണന. സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് പ്രസ്താവനയിൽ അത്ഭുതമുണ്ടാവില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. സജി ചെറിയാൻ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരുപക്ഷെ സജി ചെറിയാൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾക്കാം. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അത്താഴം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല, മറ്റേ ഇത് ബീജി, അതും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടിപ്പോയി. ഈ പോയ ആളുകൾ ഒരു വാക്ക് മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എബിൻ ജോസ് ആണ്. എബിൻ, കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ ഒരു പ്രസ്താവന, അതിന് എതിരായി അല്ലെങ്കിൽ അതിന്റെ മറുപടി ഇന്ന് KCBC നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ പോവുക എന്നതൊരു മര്യാദയാണ്. നവകേരള സദസ്സിലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ ഒരു ഇരട്ടത്താപ്പാണെന്ന് തന്നെയാണോ KCBC പറഞ്ഞു വെക്കുന്നത്? KCBC ഈ കാര്യത്തിൽ മന്ത്രി സജി ചെറിയാനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഈ സജി ചെറിയാൻ ഉപയോഗിച്ച ഭാഷ ശരിയല്ല. അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പുമാർക്കെതിരെ ഒക്കെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല, അനൗചിത്യം നിറഞ്ഞതാണെന്ന് KCBC വക്താവ് ജേക്കബ് പാലപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. കാരണം നേരത്തെയും ഇത്തരത്തിൽ പല പരാമർശങ്ങൾ സജി ചെറിയാൻ്റെ പാർട്ടിയുടെ ഒരു നിഘണ്ടുവിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പരാമർശം. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മോശമായ ഭാഷകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും രാജ്യത്തെ പ്രധാനമന്ത്രി വിളിച്ച് ക്ഷണിച്ച ഒരു വിരുന്നാണ്, പ്രത്യേകിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട വിരുന്നാണ്. അതിൽ രാഷ്ട്രീയം കലർത്തിയല്ല കാണേണ്ടത്. പ്രധാനമന്ത്രി വിളിച്ച ചടങ്ങിൽ പോയതാണ്. അതിപ്പോൾ നവകേരള സദസ്സാണെങ്കിൽ പോലും അത്തരത്തിൽ ക്ഷണം ലഭിക്കുമ്പോൾ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷണം ലഭിക്കുമ്പോൾ പോകും. അതിനെ ഈ രീതിയിൽ രാഷ്ട്രീയമായി വളച്ചൊടിക്കേണ്ടതില്ല എന്നാണ് KCBCയുടെ നിലപാട്. ഏതായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് കുറച്ചുകൂടെ നിലപാട് മയപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ സഭയെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനോ പോകുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതൊരു സൗഹൃദ സന്ദർശനമായി കണ്ടാൽ മതി, അതിനെ വലിയ രാഷ്ട്രീയ വിവാദമാക്കേണ്ട എന്നുള്ളതാണ് ഒരു കോൺഗ്രസിൻ്റെ നയം. അതായത് രമേശ് ചെന്നിത്തല ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ രീതിയിൽ ക്രിസ്മസിന് ഉൾപ്പെടെ സന്ദർശനം നടത്തുന്നു, പ്രധാനമന്ത്രിയുടെ വിരുന്ന് നടക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവന, ഈ ബിഷപ്പുമാർക്കെതിരെ ഉള്ള പ്രസ്താവന ദൗർഭാഗ്യകരമായി പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. വി മുരളീധരൻ പറഞ്ഞത് ആ രീതിയിലുള്ള പരാമർശമാണ്. സജി ചെറിയാൻ്റെ ഒരു പഴയൊരു കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് സജി ചെറിയാനെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം ഉണ്ടായത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതിലെ വിവാദങ്ങൾ കൊഴുക്കുമെന്ന് ഉറപ്പാണ്, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ക്രിസ്റ്റിയ, ശരി, കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് ഇന്ന് KCBC മറുപടി
പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇടത്ത് ക്ഷണിച്ചാൽ പോവുക എന്നതൊരു മര്യാദയാണ്. ആ മര്യാദയുടെ ഭാഗമായാണ് ബിഷപ്പുമാർ പോയത്. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് നല്ലതല്ല എന്ന് തന്നെയാണ് KCBC പറഞ്ഞത്. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരൻ സജി ചെറിയാന്റെ പൂർവ്വചരിത്രം കൂടി പരിശോധിക്കണം, അസഭ്യവർഷം നടത്തുന്നവർക്കാണ് ഇപ്പോൾ CPIM-ൽ മുൻഗണന എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന്. പുതുവർഷത്തിൽ ചരിത്രം കുറിച്ച ISRO രാജ്യത്തിന്റെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തുടങ്ങിയ എക്സ്റേ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. 10 പേലോഡുകളും ഭ്രമണപഥത്തിലെത്തിച്ചു. അഭിമാന നേട്ടമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ സോംനാഥ് പറഞ്ഞു. ഗഗൻയാൻ വിക്ഷേപണം ഈ വർഷമെന്നും ISRO ചെയർമാൻ പറഞ്ഞു. On 1st January 2024, yet another successful mission of PSLV has been accomplished. PSLV C-58 has placed the primary satellite EXPOSAT in the desired orbit of 650 kilometer, 6-degree inclination, and we'll be waiting for the exact orbital parameters that will just now come. And we are also waiting for the satellite to have its solar panel deployed. That also will come in a few seconds from now. ISROയുടെ വിശ്വസ്ത പര്യവേഷണ വാഹനമായ PSLV-യുടെ 60ാം വിക്ഷേപണമാണിത്. തിരുവനന്തപുരം പൂജപ്പുരയിലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത വിസാറ്റും ദൗത്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പേലോഡ് മാത്രമാണ് സെൽഫ് പവറിംഗ് ആയിട്ടുള്ളത്. സോ അതൊക്കെ വിസാറ്റിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിലും ഉപരി വിമൻ എഞ്ചിനീയർ ടീമാണ് ഇത് നിർമ്മിച്ചതെന്നുള്ളത് അതിലും വലിയൊരു പ്രത്യേകതയാണ്. ന്യൂ ഇയർ ദിവസം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബിയോണ്ട് വേർഡ്സ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നീണ്ട കാത്തിരിപ്പിൽ നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ഒരു സക്സസ്ഫുൾ ആയി എന്നറിയുന്നു. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് മനേഷ് മൂർത്തിയാണ്. മനേഷ്, എന്തായാലും വലിയൊരു വിജയമാണ് പുതുവത്സര ദിനത്തിൽ തന്നെ ISROയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് ഉപരിയായി ഈ LBS-ലെ വനിതാ വിദ്യാർത്ഥികൾ ഒരു വനിതാ കരുത്തും കൂടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ തന്നെ എക്സ്റേ സോഴ്സുകളായിട്ടുള്ള ഈ തമോഗർത്തങ്ങളും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനം കൂടുതൽ എളുപ്പമാകുമെന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? കൃഷ്ണ, അമേരിക്കയ്ക്ക് ശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അയക്കുന്ന അല്ലെങ്കിൽ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നതാണ് ഇന്നത്തെ പര്യവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളാണ് നമ്മുടെ എക്സ്പോസാറ്റിന്റെ വികിരണങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അതിൽ ആദ്യത്തേത് എക്സ്പെക്ട് എന്നാണ് ആദ്യത്തെ ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. അത് ഈ 0.8 മുതൽ 15 കിലോ ഇലക്ട്രോൺ വരെയുള്ള എക്സ്റേ വികിരണങ്ങളെ കുറിച്ചാണ് അത് പഠിക്കുക. മറ്റൊന്ന് 8 മുതൽ 40 കിലോ ഇലക്ട്രോൺ വരെയുള്ള വികിരണത്തെ കുറിച്ച് പൊളിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും പഠിക്കും. അങ്ങനെ 2 ഭാഗങ്ങളാണ് ഉള്ളത്. അത് ഓരോ ഈ വികിരണത്തിന്റെ ഇലക്ട്രോൺ വികിരണത്തിന്റെ തോത് അനുസരിച്ചുള്ള 2 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് എന്തായാലും പഠനം നടത്തുക. 5 വർഷമാണ് ഈ ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. വളരെ ഒരു ചരിത്രപരമായ ദൗത്യം തന്നെയാണ്. പ്രത്യേകിച്ചും പുതുവർഷം കൂടിയാകുമ്പോൾ, പുതുവത്സരം ദിനം കൂടിയാകുമ്പോൾ ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് ISRO കടന്നു. അത് വളരെ വിജയകരമായി തന്നെ ISRO പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ വർഷം 2024 എന്ന് പറയുന്നത് വലിയ 12 ദൗത്യങ്ങൾ ഉണ്ടാകും ഈ വർഷം എന്നുള്ളതാണ് ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഗഗൻയാൻ തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം ഗഗൻയാൻ ഒരു പരീക്ഷണം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടർ പരീക്ഷണങ്ങൾ എന്തായാലും ഈ വർഷം തന്നെ നടക്കും. ഈ വർഷം തന്നെ ഒരുപക്ഷെ മനുഷ്യന്മാരില്ലാത്ത പരീക്ഷണം കൂടി, മനുഷ്യന്മാരില്ലാതെ പോകുന്ന ഒരു പരീക്ഷണം, ഗഗൻയാന്റെ പരീക്ഷണം കൂടി നടക്കുമെന്നുള്ളതാണ്. എന്തായാലും ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ISROയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഇന്നത്തെ ഈ പര്യവേഷണത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് PSLV-യുടെ ദിശ മാറ്റിയതുപോലെ തന്നെ ഓർബിറ്റ് താഴ്ത്തുന്ന ഒരു ഭ്രമണപഥം താഴ്ത്തുന്ന ഒരു പരീക്ഷണം കൂടി ഇന്ന് നടന്നിട്ടുണ്ട്. പോയം എന്ന് പറയുന്ന ഒരു പരീക്ഷണം കൂടി നടന്നിട്ടുണ്ട്. മറ്റൊന്ന് കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമനിലെ വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ വിസാറ്റ് എന്ന് പറയുന്ന പേലോഡും ഇതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വിസാറ്റ് ഉൾപ്പെടെ 10 പേലോഡുകളാണ് ഇന്നിപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. പരിപൂർണമായ വിജയമാണ്. പുതുവത്സരത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ISRO. അതിനൊപ്പം കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് വനിതാ വിദ്യാർത്ഥികളും. വിവരങ്ങൾ നൽകുകയായിരുന്നു മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. തൊടുപുഴ വെളിയമറ്റത്ത് സഹോദരങ്ങളായ കുട്ടി കർഷകരുടെ 13 പശുക്കൾ ചത്തു. 17 വയസ്സുള്ള ജോർജിന്റെയും 15 വയസ്സുള്ള മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കപ്പത്തൊണ്ട് കഴിച്ചതാണ്
കാരണം എന്ന സംശയം. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന പുരസ്കാര ജേതാവാണ് മാത്യു. കുട്ടികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി 24-നോട് പറഞ്ഞു. തൊലി ഉണങ്ങിയത് കഴിച്ചതാണ് ഈ കുഞ്ഞിന് ഈ പശുക്കൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ബന്ധപ്പെടുന്ന പയ്യനാണ് മാത്യു. അവന് ഞങ്ങൾ 2021 അവാർഡും ഒക്കെ കൊടുത്തു. ഇപ്പൊ ഞാൻ മാത്യുവിനെ നേരിട്ട് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പയ്യൻ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഇനി അടിയന്തരമായിട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പശുക്കൾ ചത്തതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് ഇടുക്കി ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഓഫീസർ ഡോക്ടർ ഡോളസ് പ്രതികരിച്ചു. പ്രാഥമികമായിട്ട് നമ്മളിത് അറിയാൻ കഴിഞ്ഞത് കപ്പയിലുള്ള സയനൈഡ് പോയിസണിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ദുരന്തമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ക്ഷീരസംഘങ്ങളും സംഘം പ്രതിനിധികളും ത്രിതല പഞ്ചായത്തും എല്ലാം ചേർന്ന് ഇവർക്ക് സഹായിക്കും. 100% ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം. വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കപ്പത്തൊണ്ട് സ്ഥിരമായി കൊടുത്തിരുന്നുവെന്നാണല്ലോ മന്ത്രിയും പറയുന്നത്. ക്രിസ്റ്റീന, അതിദാരുണമായ സംഭവമാണ്. മാത്യുവും ജോർജും ആ പശുക്കളെ സ്വന്തം ജീവൻ പോലെ സൂക്ഷിച്ചിരുന്ന പശുക്കളാണ്. കഴിഞ്ഞ 2021 മികച്ച ക്ഷീരകർഷകനുള്ള കൗമാരക്കാരുടെ വിഭാഗത്തിൽപ്പെട്ട ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ ആളാണ് മാത്യു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വീട്ടിലെ 13ഓളം പശുക്കൾ പെട്ടെന്ന് ബോധരഹിതരാകുകയും കുഴഞ്ഞു വീഴുകയും ചെയ്ത് പിന്നാലെ മരണം സ്ഥിരീകരിച്ചു. ഇത് വിശദമായൊരു പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കുന്നത് ഈ കപ്പത്തൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി പശുക്കൾക്ക് നിരന്തരം നൽകിയിരുന്നു. അതിൽ നിന്ന് സയനൈഡിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ സയനൈഡിൻ്റെ ഘടകം ഏറ്റതാണ് ഈ മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുക. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേ കാരണം തന്നെയാണ് എന്ന് തന്നെയാണ്. വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും. അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഈ കർഷകർക്ക് സഹായം ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചതാണ് നേരത്തെ. അതുകൊണ്ട് ഈ കുടുംബവുമായും ഈ കർഷകരുമായും എല്ലാം നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. അവർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ കൂടി ഒരു പരിശോധന നടത്തും എന്നാണ് നിലവിൽ ക്ഷീരവികസന വകുപ്പും അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. ലൈവ് ന്യൂസിൽ കൂടുതൽ വാർത്തകളിലേക്ക്. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിനിടെ പാപ്പാഞ്ഞിക്ക് ഔദ്യോഗികമായി തീ കൊളുത്തുന്നതിനു മുൻപ് അഗ്നിബാധയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സമീപത്ത് നിന്നയാൾ എറിഞ്ഞ പടക്കത്തിൽ നിന്നാണ് തീ പടർന്നത്. തലനാരിഴയ്ക്കാണ് KJ മാക്സി MLA രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, ഔദ്യോഗികമായ തീ കൊളുത്തലിന് മുമ്പ് തീ പിടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തത വന്നോ അതോ സൂചനകൾ മാത്രമാണോ? MLA പോലും ഇന്നലെ തലനാരിഴയ്ക്കാണല്ലോ രക്ഷപ്പെട്ടത്. തീർച്ചയായും ക്രിസ്റ്റീന, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. KJ മാക്സി MLA ആണ് ഔദ്യോഗികമായി പാപ്പാഞ്ഞിക്ക് തീ കൊടുക്കേണ്ടിയിരുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുമ്പോൾ തന്നെ പുറകിൽ നിന്നൊരാൾ പടക്കമെറിയുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ പടക്കത്തിൽ നിന്നുണ്ടായ തീപ്പൊരി അതിന് സമീപത്തുള്ള, അതായത് പാപ്പാഞ്ഞിയിലേക്കുള്ള കരിമരുന്നിലേക്ക് പടരുകയും അവിടെ നിന്ന് അത് അതിവേഗം ആളിപ്പടരുകയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ സമയത്ത് ചെയ്തത്. അതിൽ ഈ ഓടിയ ആളുകളിൽ 2-3 പേർ, ഈ കൗൺസിലർ ആന്റണി കുരീത്തറ, അതായത് ഫോർട്ട് കൊച്ചി കൗൺസിലർ ആന്റണി കുരീത്തറ അടക്കം അവിടെ താഴെ വീടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MLA പെട്ടെന്ന് അവിടെ നിന്ന് മാറിയത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. എന്തായാലും ആ ദൃശ്യങ്ങളുടെ ഭീകരത വ്യക്തമാണ്. അത്രത്തോളം പെട്ടെന്ന് ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. അത് ഔദ്യോഗിക ഉദ്ഘാടനമാണെങ്കിൽ ഈ തീ കൊളുത്തുന്നതനുസരിച്ച് ആളുകൾക്ക് സ്വാഭാവികമായും പുറകിലേക്കൊക്കെ നീങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായ ആ ഒരു സംഭവത്തിൽ ആളുകൾ ചിതറി ഓടുകയാണ് ചെയ്തത്. എന്തായാലും അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആരാണ് അകത്തേക്ക് അനുമതിയില്ലാതെ കയറിയതൊക്കെ? സ്വാഭാവികമായും ഈ പാപ്പാഞ്ഞി വെച്ചിരിക്കുന്നിടത്തേക്ക് ബാരിക്കേഡുകൾ കെട്ടി ആളുകളെ തടഞ്ഞിരിക്കുകയാണ്. പുറത്തു നിന്നുള്ളവർക്ക് എക്സ്പ്ലോസീവ് ഐറ്റംസുമായി അകത്തേക്ക് കയറാനുള്ള അനുമതി പോലും പോലീസ് കൊടുക്കാറില്ല. പിന്നെ എങ്ങനെയാണ് പടക്കവുമായി ഇയാൾ അകത്തേക്ക് കയറിയത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ഒപ്പം മറ്റ് സോഴ്സുകളിൽ നിന്നുമെല്ലാം ദൃശ്യങ്ങളെടുത്ത് ആളെ കണ്ടെത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ്. തൃക്കാക്കരയിൽ നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കാൻ സർഫാസി വിരുദ്ധ സമരക്കാരെ പോലീസ്
ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്നവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രതിഷേധക്കാർ ചേർത്തുനിന്നതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇവർ വലിയ പ്രതിഷേധത്തോടെയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ ആ സ്ഥലം വിട്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമരക്കാർ പറഞ്ഞത്? എന്ത് ആവലാതിയായിരുന്നു അവർ ബോധിപ്പിക്കാനെത്തിയത്? ക്രിസ്റ്റീന, ഒരു വർഷത്തിലേറെയായി എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ സർഫാസി വിരുദ്ധ നിയമത്തിന് കിടപ്പാടം നഷ്ടപ്പെട്ട ആ ആളുകളാണ് സമരത്തിൽ ഉണ്ടായിരുന്നത്. അവരോട് ഇന്ന് മുഖ്യമന്ത്രി വരുന്ന പരിപാടി ഉള്ളതിനാൽ അവിടെ നിന്ന് മാറണമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ രാവിലെ എത്തി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യം നിരസിക്കപ്പെടുകയായിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രി എത്തുന്നതിന് ഏതാനും സമയത്തിന് മുൻപ് പോലീസ് എത്തുകയും അവിടെ നിന്ന് അവരോട് ബലമായി അവരെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതാണ് ചെറുത്തുനിൽപ്പിനും പോലീസ് ബലപ്രയോഗത്തിനും ഇടയാക്കിയത്. 16 പേരെയാണ് അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. 10 പുരുഷന്മാരെയും 6 സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ കരുതൽ തടങ്കലിൽ വെച്ച ശേഷം മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ശേഷം വിട്ടയക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ എത്തിയെന്നുള്ളതായിരുന്നു ഇവർ പറയുന്നത്. പക്ഷേ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ന്യായം. അതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധത്തോടെയാണ് അവർ അവിടെ നിന്ന് മാറിയത്. ബലപ്രയോഗത്തിലൂടെയാണ് പ്രായമുള്ള ആളുകളെ ഉൾപ്പെടെ പോലീസിനെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റാൻ സാധിക്കുകയും ചെയ്തത്. നിലവിൽ അവിടെ എല്ലാവരെയും പോലീസ് സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാർ. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോകുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി. ചടങ്ങിൽ പോകാൻ ആരുടെയും ക്ഷണം വേണ്ടെന്നും സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്ക്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണ്? തീർച്ചയായിട്ടും ഹിമാചൽ പ്രദേശിലെ പ്രാദേശിക രാഷ്ട്രീയമാണ് അദ്ദേഹത്തെ അതിന് സ്വാധീനിച്ചിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഹിമാചലിനെ പോലെയുള്ള ഈ ഇത്ര വലിയ വിശ്വാസികൾ കൂടുതൽ താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അതിനെ കൂടുതൽ ദൃഢീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ക്ഷണിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് അവിടേക്ക് പോകും എന്നുള്ളതാണ്, അയോധ്യയിലേക്ക് പോകും എന്നുള്ളതാണ്. സോണിയാഗാന്ധി പങ്കെടുക്കും എന്ന് തങ്ങൾ ഇപ്പോഴും കരുതുന്നതായി ഈ ക്ഷേത്ര ഭാരവാഹികളുടെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് സുഖുവിന്റെ പ്രസ്താവന എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഥവാ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന രീതിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ കൂടുതൽ ശക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഈ ആവശ്യവും. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കായംകുളം എരുവ തൊട്ടുകടവ് ജംഗ്ഷനിൽ പുതുവത്സരാഘോഷത്തിനിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ആഘോഷം കാണാനെത്തിയ അക്ഷയ് എന്ന കുട്ടിക്ക് ലാത്തിയടിയേറ്റെന്നാണ് ആരോപണം. ഗതാഗത തടസ്സമുണ്ടാക്കി യുവാക്കൾക്കെതിരെയാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറയുന്നു. ായിട്ട് മോന് പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോയപ്പോഴത്തേക്ക് രണ്ട് പോലീസുകാർ ആദ്യമേ വന്ന് അത് കഴിഞ്ഞ് എന്തിനാ പടക്കം പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയി. ഞാൻ പക്ഷേ എൻ്റെ ഇളയവനുമായിട്ട് അത് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് അടിച്ച ഇതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ്. അപ്പോഴത്തേക്ക് അജയൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു, കൊച്ചിനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ച് വീട്ടിൽ കയറി വരെ അടിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വലിയവരെ കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ കൊച്ച് വീട്ടിൽ ഇരിക്കണമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ ഇച്ചിരി ഒന്ന് സ്ഥാനം മാറി നട്ടലിന് കൊണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഈ വാർത്തയിലേക്ക് എത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അപ്പോഴാണ് ഇവർ 2 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വരുത്തിയിട്ട് വീണ്ടും ഒരു പരിപാടി ഒരിക്കലും നടക്കില്ല, നടപ്പാക്കാനൊട്ട് സമ്മതിക്കുകയില്ല. അതാണ് എന്റെ നിലപാട്. നിങ്ങളിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതായത് ഈ നവകേരള സദസ് നീളം ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി പക്ഷ നേതാക്കൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ്. എന്റെ നിയോജകമണ്ഡലമായ പറവൂരിൽ വന്ന് വളരെ അപകീർത്തികരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ് അബദ്ധം പറഞ്ഞിട്ട്.
ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഞങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷെ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാത വിരുന്നിൽ എത്രയോ ആളുകൾ പോയി. ഞങ്ങൾ ആരെങ്കിലും അവരെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു? അപ്പൊ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ പോവും. അവർ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അവർ തെറ്റല്ല. അതിന് പോയവരെ കളിയാക്കുക, പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ കുറച്ചുപേരെ അയച്ചുവിട്ടിരിക്കുകയാണ് CPM. ഇടുക്കിയിലെ MM മണി. ആർക്കെതിരെ എന്തും പറയാൻ എന്ത് ലൈസൻസാണുള്ളത്? എന്ത് മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഒക്കെ നടത്തുന്നത്? അതുപോലെ ഈ CPM മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയും മന്ത്രി സജി ചെറിയാനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ആ വാർത്തയിലേക്ക് എത്താം. ഇപ്പോൾ മുൻപ് പറഞ്ഞ വാർത്തയിലേക്കാണ്. മനീഷ് മഹിപാൽ ചേരുകയാണ് ആലപ്പുഴ നിന്ന്. മനീഷ്, ഈ പ്രശ്നക്കാരായ യുവാക്കൾക്ക് നേരെ ലാത്തി വീശുന്നു, അതെങ്ങനെയാണ് ഈ ചെറിയ കുട്ടിക്ക് ലാത്തി കൊണ്ടത്? പക്ഷേ അമ്മ പറയുന്നത് കൊച്ചുകുട്ടികളായി കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം എന്നൊരു വിശദീകരണം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണല്ലോ. ക്രിസ്റ്റീന ചെറിയൻ, ഇത് സംബന്ധിച്ച് കായംകുളം പോലീസ് നൽകുന്ന വിശദീകരണം, ഈ ആഘോഷം അതിരുവിട്ട സമയത്താണ് പോലീസിന് ഇടപെടേണ്ടി വന്നത്. ആദ്യം 2-3 പോലീസുകാർ അവിടെ എത്തി റോഡിൽ നിന്നും മാറി നിൽക്കണം, റോഡിൽ വെച്ച് പടക്കം പൊട്ടിച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പുതിയ ആഘോഷങ്ങളൊക്കെ തുടങ്ങി, നവോത്സര ആഘോഷങ്ങളൊക്കെ തുടങ്ങിയ സമയത്താണ് ഈ പടക്കം പൊട്ടിച്ച് യുവാക്കളടക്കം റോഡിൽ നിന്നത്. ഇത് മാറ്റുന്നതിനിടയിൽ പോലീസ് മനഃപൂർവ്വമായി ചെയ്തിട്ടില്ല, അങ്ങനെ പോലീസ് ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. പക്ഷേ ഈ കുട്ടിയുടെ വീട്ടുകാർ, ഒപ്പം തന്നെ അയൽവാസികൾ, നാട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട് കുട്ടിയെ പോലീസ് ലാത്തി ഉപയോഗിച്ച് തല്ലിയെന്ന്. അത് ദൃശ്യങ്ങളിലും വ്യക്തമാണ്. കുട്ടിയുടെ നടുവിൻ്റെ ഭാഗത്ത് പുറകിൽ ലാത്തി കൊണ്ടടിച്ചതിൻ്റെ പാടുണ്ട്. കുട്ടി നിലവിൽ ആശുപത്രിയിലാണ്, കായംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വീട്ടുകാർ പറയുന്നത് നമ്മൾ അവരുടെ ബൈറ്റിൽ കേട്ടു. അതായത് രാത്രി അച്ഛൻ അജയനൊപ്പമാണ്, ഈ മൂത്ത കുട്ടിയാണ്, അവരുടെ മൂത്ത കുട്ടിയുമായി പോയ സമയത്ത് ചില തർക്കം പോലീസുകാരുമായി ഉണ്ടായി. ആ സമയത്ത് പോലീസ് ലാത്തി വീശിയ കൂട്ടത്തിൽ കുട്ടിയെ കൂടി അടിച്ചു എന്നാണ് പറയുന്നത്. പല ആളുകളെ, മറ്റു ചില ആളുകളെ ഒക്കെ തന്നെ പോലീസ് വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അതിക്രമം ഉണ്ടായി എന്ന പരാതിയാണ് ഇവർക്കുള്ളത്. ഇത് സംബന്ധിച്ച് കായംകുളം പോലീസിൽ തന്നെ ഇവർ പരാതി കൊടുത്തു. ഇനി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് പരാതി കൊടുക്കും. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് ലൈൻ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി കൊടുക്കുമെന്ന നിലപാടിലാണ് ഈ കുട്ടിയുടെ 9ാം ക്ലാസ്സുകാരനായ 9 വയസ്സുള്ള അക്ഷയുടെ വീട്ടുകാർ. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ശബരിമലയിലെ തീർത്ഥാടകർക്ക് മകരവിളക്ക് മഹോത്സവം വിപുലമായ സേവനങ്ങളുമായിട്ട് വനം വകുപ്പ് എത്തിയിട്ടുണ്ട്. 100ഓളം ഫോറസ്റ്റ് ഓഫീസർമാരെ സന്നിധാനത്ത് വിന്യസിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതേപോലെ തന്നെ തീർത്ഥാടകർക്ക് വനം വകുപ്പ് കൃത്യമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. മകരജ്യോതി കാണാനെത്തുന്നവർ വനത്തിനുള്ളിൽ ടെന്റ് കെട്ടി താമസിക്കാൻ പാടില്ല. മകരജ്യോതി ദർശിക്കാനായി മരങ്ങളിൽ കയറിയിരിക്കുന്നത് ഒഴിവാക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കുട്ടികളും പ്രായമായവരും ഒരിക്കലും കാനനപാതകൾ സ്വീകരിച്ച് അവിടെ എത്താൻ പാടില്ല. ചെങ്കുത്തായ ഭാഗങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഒഴിവാക്കണം. കൃത്യമായ വഴികളിൽ കൂടെ മാത്രം അവിടെ എത്തിച്ചേരണം തുടങ്ങി വനംവകുപ്പ് കൃത്യമായ നിർദ്ദേശങ്ങൾ മകരവിളക്ക് ദർശനത്തിന് എത്തുന്നവർക്കായി ഇത്തവണ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ്. ക്രിസ്മസ് പുതുവത്സര നാളുകളിലെ മദ്യവിൽപ്പനയിൽ വീണ്ടും റെക്കോർഡ് തിരുത്തി മലയാളികൾ. 543 കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിറ്റത്. ഡിസംബർ 31 മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യം. പുതുവത്സര തലേന്നത്തെ മദ്യവിൽപ്പനയിൽ ഒന്നാമത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റാണ്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത്. പ്രതീക്ഷ, ഈ ക്രിസ്മസ് കാലയളവിൽ മലയാളികൾ കുടിച്ചു തീർത്തത് 543 കോടിയുടെ മദ്യം. ഖജനാവിലേക്കാണ് പണം വരുന്നത്. എന്താണ് ഇതിന്റെ കണക്കുകൾ? ക്രിസ്റ്റീന, ഡിസംബർ 22 മുതൽ 31 വരെയുള്ള കാലയളവിലെയാണ് ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ വിറ്റ മദ്യമാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് മദ്യവിൽപ്പനയായി കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 543 കോടിയുടെ മദ്യവിൽപ്പനയാണ് ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് വിൽപ്പന എന്ന് തന്നെയാണ് ബിവറേജസ് കോർപ്പറേഷൻ അടക്കം പറയുന്നത്. കഴിഞ്ഞ വർഷം 516 കോടി രൂപയുടെ മദ്യവിൽപ്പനയായിരുന്നു ഈ ദിവസങ്ങളിൽ നടന്നതെങ്കിൽ അതിൽ കൂടുതൽ മദ്യവിൽപ്പന ഇത്തവണ നടന്നു. മാത്രമല്ല, ഈ പുതുവത്സര തലേന്ന് ഡിസംബർ 31 94 കോടി രൂപയുടെ മദ്യവിൽപ്പന
സംസ്ഥാനത്ത് നടന്നു. കഴിഞ്ഞ വർഷം 93 കോടി രൂപയുടെ മദ്യവിൽപ്പനയായിരുന്നു സംസ്ഥാനത്ത് നടന്നതെങ്കിൽ ഒരു ദിവസം വിറ്റ മദ്യത്തിന്റെ വിലയിലും അളവിലും വലിയ തരത്തിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന പുതുവത്സരവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. 1,02 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പനയാണ് പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിൽ നടന്നിരിക്കുന്നത്. തൊട്ടുപുറകിൽ എറണാകുളം ജില്ലയാണ്. എറണാകുളം രവിപുരത്ത് 77 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ഇരിങ്ങാലക്കുട 76 ലക്ഷം, കൊല്ലം ആശ്രാമം 73 ലക്ഷം, ഒപ്പം പയ്യന്നൂർ 71 ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ഡിസംബർ 24 അതായത് ക്രിസ്മസിന്റെ തലേന്ന് 70 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. 22-23 ദിവസങ്ങളിൽ 84 കോടി രൂപയുടെ മദ്യവിൽപ്പന ഉണ്ടായി എന്നും സർക്കാർ ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ മദ്യവിൽപ്പനയിൽ വലിയ വർധനവ് ഉണ്ടാകുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അതേസമയം ഇത്രത്തോളം ഒരു ഡിസംബർ 22 മുതൽ 31 വരെ 543 കോടി രൂപയുടെ മദ്യം മലയാളികൾ കുടിച്ചു എന്നതാണ് ഈ കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പതിവ് തെറ്റിക്കാതെ ഓരോ വർഷത്തെയും അപേക്ഷിച്ച് പിറ്റേ വർഷം എത്തുമ്പോൾ അതിലൊരു റെക്കോർഡ് വിൽപ്പന കൂടി ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ക്രിസ്റ്റീന, ശരി, എന്തായാലും വ്യക്തികളുടെ സാമ്പത്തിക നഷ്ടം അത് സർക്കാരിന് സാമ്പത്തിക നേട്ടമായി മാറുന്നു. കണക്കുകളാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ പരാതി. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം നരുവാമൂട് യൂണിറ്റ് പ്രസിഡന്റ് അജേഷാണ് ആരോപണം ഉന്നയിച്ചത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എന്താണ് ഈ അജേഷിന്റെ ആരോപണം? കൃഷ്ണ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ DYFI BJP സംഘർഷം നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ നരുവാമൂട് എന്നുള്ളത്. തിരുവനന്തപുരത്തിനടുത്തുള്ള കുറെ നാളുകളായി ഇത്തരത്തിൽ പല കാര്യങ്ങളും രാഷ്ട്രീയ വിയോജിപ്പുകളുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇത്തരത്തിൽ ഇന്നലെ ഈ പുതുവർഷ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ DYFIയുടെ പാർട്ടി ഓഫീസിൽ, CPMന്റെ പാർട്ടി ഓഫീസിൽ ഈ പ്രവർത്തകർ ഇരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് ഈ 4 BJP പ്രവർത്തകർ ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തുകയും ഈ നാടൻ ബോംബ് അടക്കമുള്ള കാര്യങ്ങളുമായി എത്തി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ ഓഫീസ് അടിച്ചു തകർക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന തരത്തിലുള്ള ആരോപണമാണ് DYFIക്കാർ ഇത്തരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജേഷ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ആ സാഹചര്യത്തിൽ വാക്കുതർക്കം മാത്രമാണ് ഏർപ്പെട്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും നടന്നിരുന്നില്ല. പക്ഷെ പിന്നീട് ഇതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഈ ഏരിയ പ്രസിഡന്റും അയാളുടെ ഒരു കൂട്ടാളി കൂടി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 4 BJP പ്രവർത്തകർ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് അയാളുടെ ആരോപണം. നിലവിൽ ഈ നരുവാമൂട് ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള അജേഷ് ചികിത്സയിലാണ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിയോജിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ തർക്കം നിലനിൽക്കുന്ന ഏരിയ കൂടിയാണ്. അത്തരത്തിലാണ് ഇത്തരത്തിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരികൃഷ്ണൻ. ബീഹാറിലെ സീതാമർഹയിൽ പൊതുസ്ഥലത്ത് ദളിത് യുവതിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ലാത്തി ഉപയോഗിച്ചാണ് അടിച്ചത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, നമ്മൾ കാണുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത്. ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ദളിത് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇത്തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ക്രൂരതയാണ്. പക്ഷേ ഇത് ആ രീതിയിൽ ഉണ്ടായ മർദ്ദനമാണോ? എന്താണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനത്തിന് കാരണം? ക്രിസ്റ്റീന, സുരസന്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രാജ് കിഷോർ സിംഗ് ആണ് ഇത്തരത്തിൽ ഈ യുവതിക്ക് നേരെ പലതവണ വടികൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യത്തിലുള്ള രാജ് കിഷോർ സിംഗ് ആണ്. നിലവിൽ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഈ സംഭവത്തിന് നേരത്തെ, അതായത് ഈ സ്ഥലത്ത് തന്നെ ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങൾ തമ്മിൽ അവിടെ ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. ഈ വാക്കുതർക്കത്തെ തുടർന്ന് വലിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ഈ ഗതാഗതം തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ പോലീസ് എത്തുകയും പിന്നീട് നടപടി ഉണ്ടാകുകയും ചെയ്തത്. പക്ഷേ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. ആ ദൃശ്യങ്ങളിൽ കാണാം പലതവണ യുവതിയുടെ ദേഹത്ത് ഇത്തരത്തിൽ ലാത്തി കൊണ്ട് മർദ്ദിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യം. ഏതാണ്ട് 20 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സീതാമർഹയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വകുപ്പ് തല നടപടിയോ
അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോലീസ് കടന്നിട്ടില്ല. മാത്രമല്ല BJP ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടുകയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ദളിത് സ്ത്രീകൾ നിത്യമായി ഇത്തരത്തിൽ ക്രൂരത നിത്യസംഭവമായിരിക്കെ ബീഹാറിൽ നടന്ന സംഭവത്തിൽ എന്തുകൊണ്ട് ഈ ഒരു നേതാക്കളൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉയർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ദൃശ്യം സമൂഹമാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ബീഹാറിലെ സീതാമർഹയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ശരി, ബീഹാറിലെ സീതാമർഹയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ, പ്രേക്ഷകർ കണ്ട ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നു. പോലീസ് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറാകുന്നു. ഇക്കാര്യത്തിൽ പ്രതികരണം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. ഓട്ടത്തിനിടയിൽ KSRTC ബസിന്റെ ടയർ ഊരിപ്പോയി. മൂന്നാറിൽ നിന്ന് ആലുവയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസിന്റെ മുൻവശത്തെ ടയറാണ് ഊരിപ്പോയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അയ്യങ്കാവിലാണ് സംഭവം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് S. ശ്യാംകുമാറാണ്. ശ്യാം, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഭവത്തിന് കാരണം? ക്രിസ്റ്റീന, ഇന്ന് രാവിലെ മൂന്നാറിൽ നിന്ന് ആലുവയ്ക്ക് വരികയായിരുന്ന KSRTC ബസിന്റെ മുൻഭാഗത്തെ ചക്രങ്ങളാണ് ഊരിപ്പോയത്. ഇതോടെ ബസിന്റെ ഒരു വശം ചരിയുകയും റോഡിൽ ഉരഞ്ഞാണ് ബസ് കുറച്ചു നേരം മുന്നോട്ട് നീങ്ങിയ ശേഷം നിർത്താനായത്. ഡ്രൈവർ ഈ ടയർ ഊരിപ്പോയത് അറിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്. എന്താണ് അപകടത്തിന്റെ കാരണം എന്നുള്ളത് പരിശോധിച്ച ശേഷം പറയാമെന്നുള്ളതാണ് KSRTC അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് S. ശ്യാംകുമാറാണ്. ഇന്ന് രാവിലെ ഓട്ടത്തിനിടയിൽ KSRTC ബസിന്റെ ടയർ ഊരിപ്പോയി. മൂന്നാറിൽ നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്ന ബസിന്റെ ടയറാണ് ഊരിപ്പോയത്. വിവരങ്ങൾ നൽകിയത് S. ശ്യാംകുമാറാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.